മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. കുട്ടിക്കാലം മുതൽ തന്നെ എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ നിരവധി നോവലുകളും കഥകളുമൊക്കെ മലയാളികൾ വായിച്ചിട്ടുണ്ട്. ഒപ്പം സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ കഥകളെ ആസ്വദിച്ചിരുന്നവരാണ് മലയാളികൾ. കഴിഞ്ഞൊരു നൂറ്റാണ്ടുകാലം ഏറ്റവും അധികം വായിച്ച എഴുത്തുകാരൻ കൂടിയാണ് MT വാസുദേവൻ നായർ. ഇപ്പോൾ കോഴിക്കോട് നിന്നും KK പ്രശാന്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, വലിയ പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ടും പ്രാർത്ഥനകൾ വിഫലമാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. അഖില, അല്പസമയം മുമ്പാണ് MD, മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ, നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, അങ്ങനെ എല്ലാ മേഖലകളിലും മലയാളികളുടെ ഒരു വലിയ പ്രതീക്ഷയും ഒപ്പം തന്നെ അവരെല്ലാം തന്നെ ഈ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന തിരക്കഥാകൃത്ത് കൂടിയായ സാഹിത്യകാരൻ വിട പറഞ്ഞത്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ പറയുന്ന MD വാസുദേവൻ നായർ 10 മണിയോടുകൂടി അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി അധികൃതർ അസുഖങ്ങളെ തുടർന്ന് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ കൂടിയാണ് സാഹചര്യങ്ങൾ മാറി തുടങ്ങിയത്. ഇന്ന് 2 തവണ മോശമായിരിക്കുന്നു. പ്രശാന്ത്, ദയവായി തുടരുക. മലയാള സാഹിത്യത്തിലും ഒപ്പം ചലച്ചിത്ര രംഗത്തിനും മികച്ച എഴുത്തുകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ എന്ന MT വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹം അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച അദ്ദേഹത്തിന് പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ, ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭയാണ്. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. മലയാളികൾക്ക് എന്നും അഭിമാനമായി എവിടെയും പറയാവുന്ന പേരായി MT വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. പുന്നയൂർ കുളത്തുകാരനായ T നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും മകനായിട്ടായിരുന്നു MTയുടെ ജനനം. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു അദ്ദേഹം കുട്ടിക്കാലമൊക്കെ ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഒരുപക്ഷെ മലയാളി ഇത്രത്തോളം വായിച്ച എഴുത്തുകാരൻ മറ്റൊന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അത്രയും ഹൃദയസ്പർശിയായി എഴുതാൻ MTക്ക് കഴിഞ്ഞിരുന്നു. നോവലുകൾക്കപ്പുറം സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ എഴുത്ത് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളതാണ്. കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലായിരുന്നു വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നെ മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട MT പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഉപരിപഠനം നടത്തിയത്. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ചായിരുന്നു അദ്ദേഹം രസതന്ത്രം ഐച്ഛിക വിഷയമായി പഠിച്ചതും. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ, പിന്നീട് ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. കണക്കധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹം ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. 55-56 കാലത്ത് പാലക്കാട് MB ട്യൂട്ടോറിയൽ അധ്യാപകനായും ജോലി നോക്കി. പിന്നീട് തളിപ്പറമ്പിൽ ഗ്രാമസേവകൻ്റെ ജോലി ലഭിച്ചെങ്കിലും അത് രാജിവെച്ച് വീണ്ടും അധ്യാപനത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. പിന്നീട് മാതൃഭൂമിയിലും പ്രവർത്തിച്ചു. ഔദ്യോഗിക ജീവിതം ഏറെക്കാലം കോഴിക്കോട് തന്നെ ആയിരുന്നു. അങ്ങനെ ഒരുപക്ഷെ മലയാളം കണ്ട ഏറ്റവും വലിയ മികച്ച എഴുത്തുകാരനെയാണ് MTയുടെ ഈ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. മലയാളത്തിൻ്റെ പെരുന്തച്ഛൻ വിടവാങ്ങി എന്നു തന്നെ പറയേണ്ടി വരും.